നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 4, 14 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സെറപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളിൽ നമ്മെ മോചിക്കുമാറാകട്ടെ. നമുക്ക് ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യത്തിൻ്റെ നേർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ,
തിരുജലമേ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ നീ എന്നിൽ ജീവിക്കണമേ. ഈശോയെ നീ എന്നിൽ സ്നേഹിക്കണമേ. ഈശോയെ നീ എന്നിൽ മഹത്വം നേടണമേ. നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് മാസം 31-ാം തീയതി, ഈ ഞായറാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ ചുറ്റും അവിടുത്തെ തിരുമുഖം കണ്ട് തിരുമൊഴി കേട്ട് ആയിരിക്കുന്ന ഈ സമയത്തെ ഓർത്ത് കൈയടിച്ച് നന്ദി പറയാം. കർത്താവ് നമ്മെ ഇപ്രകാരം ഒരു അവസരം നൽകി ഒരുമിച്ച് കൂട്ടുന്നതിനെ ഓർത്ത്, തൻ്റെ തിരുസന്നിധിയിൽ നിർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയാം. ഇന്ന് ഈ ഞായറാഴ്ച നമുക്ക് പ്രത്യേകമായി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർക്കാം. ഈശോ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭകാലത്തെ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ്. ഈ സംഭവത്തിന് ഈശോയുടെ ഈ ഒരു ദിവസത്തിൽ തന്നെ ഒരു നല്ല കാര്യമുണ്ട്, സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. ഒരൊറ്റ എപ്പിസോഡിൽ തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യവും വളരെ സങ്കടമുള്ള ഒരു കാര്യവുമുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഒന്നാം ഭാഗത്ത് ഒരു കോമഡിയുണ്ട്, രണ്ടാം ഭാഗത്ത് ഒരു ട്രാജഡിയുണ്ട്. ഹല്ലേലൂയ. ഒന്നാം ഭാഗം എന്ന് പറയുന്നത് എല്ലാവരും ഈശോയെ ഉറ്റുനോക്കുന്നു, എല്ലാവരും ഈശോയെക്കുറിച്ച് പ്രശംസിച്ച് പറയുന്നു, എല്ലാവരും ഈശോയെക്കുറിച്ച് അത്ഭുതപ്പെടുന്നു. അതാണ് ഒന്നാം ഭാഗം. രണ്ടാം ഭാഗം എന്ന് പറയുന്നത് എല്ലാവരും ഈശോയെ തള്ളി കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാണ് തള്ളിക്കൊണ്ടുപോകുന്നത്? മലമുകളിലേക്ക് തള്ളിക്കൊണ്ടുപോവാണ്. എന്തിനു വേണ്ടിയാണ്? അവിടെ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടിയാണ്. നമ്മൾ പറയില്ലേ, തള്ളല് എന്ന് പറയില്ലേ? അപ്പോ ഒന്നാം ഭാഗത്ത് അവരെന്താ ചെയ്യുന്നത്? ഉറ്റുനോക്കുന്നു. ഈശോ പറയുന്നത് ഉറ്റുനോക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ അത്രമാത്രം പ്രതീക്ഷയോടുകൂടെ ഈശോയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജനം. അവൻ പറഞ്ഞു കേൾക്കുമ്പോൾ ആശ്ചര്യപ്പെടുകയാണ്, അല്ലേ? ചില നേരത്തെ ഇങ്ങനെ കുളിര് കോരുന്നതല്ലേ, അതുപോലെ കുളിര് കോരുകയാണ്. രണ്ടാം അത്ഭുതപ്പെടുകയാണ് എല്ലാവരോടും ഈശോയെക്കുറിച്ച് പറയാം. രണ്ടാം ഭാഗത്ത് അവനെ എങ്ങനെയെങ്കിലും തള്ളിയിട്ട് കൊല്ലാൻ നോക്കുകയാണ്. എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത്? അപ്പോൾ ഈശോ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. അവൻ ചുറ്റു സഞ്ചരിക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു, പഠിപ്പിക്കുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അതുകൊണ്ട് ഈശോ ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ എൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈശോ പറയുകയാണ്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു മന്ത്രിസഭ സ്ഥാനമേൽക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒരു ജനറൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് മന്ത്രിസഭ സ്ഥാനമേൽക്കുന്ന സമയത്ത് അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയും. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ, പറയാറില്ലേ, ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ 10 ലക്ഷം പേർക്ക് തൊഴിൽ, 2 രൂപക്ക് അരി, 10 പൈസക്ക് പഞ്ചസാര, അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. അപ്പോൾ ഇത് ഭരണം കിട്ടിയതിന് ശേഷം ഉടനെ തന്നെ അവരെന്ത് ചെയ്യും? അവർ പറഞ്ഞ കാര്യങ്ങൾ, സ്ത്രീകൾക്ക് ബസ്സിൽ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം, ടിക്കറ്റ് എടുക്കണ്ട, അങ്ങനെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പാക്കും. ഈശോ തൻ്റെ ഭരണത്തിൽ, തൻ്റെ ഈ പരസ്യ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന 5 കാര്യങ്ങളെക്കുറിച്ച് യേശു പറയാണ്. 1, ദരിദ്രരോട് സുവിശേഷം അറിയിക്കും. ആരാണ് ദരിദ്രർ? ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവർ ദരിദ്രരാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് പണം കൊണ്ട് അളക്കപ്പെടുന്ന ഒന്നല്ല, അത് ആത്മീയമായിട്ട് അവലോകനം ചെയ്യപ്പെടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും വലിയ ദാരിദ്ര്യം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത് അവന് ദൈവത്തെക്കുറിച്ച് അറിവില്ലാതിരിക്കുക എന്നതാണ്.
അപ്പോൾ ദരിദ്രരോട് ഞാൻ സുവിശേഷം പ്രഘോഷിക്കും. അതിന് ആത്മീയമായൊരു മാനമുണ്ട്, സാമൂഹികമായ മാനമുണ്ട്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള മാനമുണ്ട്, രാഷ്ട്രീയപരമായ മാനമുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായ തലങ്ങളുണ്ട്. എല്ലാ തരത്തിലും ദരിദ്രരായിട്ടുള്ളവർ, ഒരു പ്രിവിലേജുമില്ലാത്തവർ, അതാണ് ദരിദ്രർ, ആർക്കും വേണ്ടാത്തവർ. അവരോട് ഞാൻ സുവിശേഷം അറിയിക്കും. എന്താണ് ആ സുവിശേഷം? ദരിദ്രരോട്, അതായത് ദരിദ്രരെന്ന് പറഞ്ഞാൽ സ്വർഗം നഷ്ടപ്പെട്ടവര്. സ്വർഗം നഷ്ടപ്പെട്ടവർക്കുള്ള സുവിശേഷം എന്താണ്? സ്വർഗം നഷ്ടപ്പെട്ടവരോട് പറയാം. അല്ലെങ്കിൽ 2 പവന്റെ മാല പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയോട് പറയാണ്, ചേച്ചി വിഷമിക്കണ്ട, അച്ഛൻ 10 രൂപ തരാം എന്ന് പറഞ്ഞ സങ്കടം മാറുമോ? 2 പവന്റെ മാല പോയി ചേച്ചിക്ക് 10 രൂപ കൊടുത്താൽ സന്തോഷം വരുമോ? ഇല്ല, പോയി പണി നോക്കാൻ പറയും. അപ്പോൾ ദരിദ്രരോട്, സ്വർഗം നഷ്ടപ്പെട്ട് ദരിദ്രനായിരിക്കുന്ന മനുഷ്യർക്ക് എന്ത് കേട്ടാലാണ് അതൊരു സദ്വാർത്തയാകുന്നത്? നിങ്ങൾക്ക് സ്വർഗം തിരിച്ചു തരും. 2 പവൻ പോയതിന് പകരം 3 പവൻ കിട്ടും എന്ന് കേൾക്കുമ്പോൾ അതെന്താണ്? സുവിശേഷമാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പണ്ട് നഷ്ടപ്പെട്ട പറുദീസയേക്കാൾ കുറച്ചുകൂടി നല്ല പറുദീസ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നു. അതാണ് ദരിദ്രർക്കുള്ള സുവിശേഷം. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. പാപം ചെയ്തവനുള്ള സുവിശേഷം അതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി രണ്ടാമതായി ഈശോ പറയുകയാണ്, ബന്ധിതർക്ക് മോചനം. നമ്മൾ പ്രിയപ്പെട്ടവരെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. എന്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്? നമ്മുടെ ശരീരത്തിൻ്റെ ദുർമോഹങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. കണ്ണുകളുടെ ദുരാശകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. സ്വന്തം മനസ്സിൻ്റെ ചില ആഗ്രഹങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും, നമ്മൾ എത്ര കുതിറി നോക്കിയിട്ടും, മീനൊക്കെ കുതിർന്ന് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ കുടുക്കിൽപ്പെട്ടത് കുതിർന്നത് കണ്ടിട്ടുണ്ട്. എത്ര കുതിർന്തോറും, നിങ്ങൾ ഈ പാമ്പ് വലയിൽ പെട്ടത് കണ്ടിട്ടുണ്ടോ? പാമ്പ് വലയിൽ പെട്ട് കിടക്കുമ്പോൾ അത് എത്ര കുതിർന്തോറും എന്ത് സംഭവിക്കും? കൂടുതൽ അതിൻ്റെ ആ വലയുടെ ഉള്ളിലേക്ക് കിടക്കും, പിന്നെ അതിന് പോകാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ പാപത്തിലെ, സ്വാർത്ഥതയിലെ ഒക്കെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യന് എന്താണ് സദ്വാർത്ത? നിന്റെ ആ ബന്ധനങ്ങളുടെ ചങ്ങലകൾ ഞാൻ ഇന്ന് പൊട്ടിക്കും. എൻ്റെ കുരിശുമരണം വഴി നിന്റെ ബന്ധനങ്ങളിൽ നിന്ന് ഞാൻ നിനക്ക് മോചനം തരും. അന്ധർക്ക് കാഴ്ച കിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലും അന്ധരാണോ? നമ്മൾ പലതും കാണുന്നില്ല. നമ്മൾ ആരെ കാണുന്നില്ല? ദൈവത്തെ കാണുന്നില്ല. ആത്മീയ അന്ധത, ദൈവത്തെ കാണുന്നില്ല. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് യഥാർത്ഥത്തിൽ കാണുന്നില്ല. അന്ധതയാണ്. ഏതാണ് കടന്നു പോകുന്നത്, എന്താണ് കടന്നു പോകാത്തത് എന്ന് യഥാർത്ഥത്തിൽ കാണുന്നില്ല. നമ്മളൊരു എന്താണ്, ഒരു കയറ് കിടക്കുന്നത് കണ്ടു. കയറ് കിടക്കുന്നത് രാത്രിയാണ് കണ്ടത്. നമ്മൾ നടന്നു പോയപ്പോൾ കയറ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ ചാടി ഇപ്പുറത്തേക്ക്, അയ്യോ പാമ്പേ എന്ന് പറഞ്ഞു, ഇല്ലേ? അതെന്തായിരുന്നു? കയറായിരുന്നു. അപ്പോൾ കയറ് കിടക്കുന്ന കണ്ടപ്പോൾ നമ്മൾ പാമ്പാണെന്ന് വിചാരിച്ച് 3-4 ദിവസം പേടിച്ച് പനി പിടിച്ച് കിടന്നു. വേറൊരു ദിവസം നമ്മൾ ഇങ്ങനെ ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോൾ ഒരു കയറ് കിടക്കുന്നു. ആ കയറെടുത്തുകൊണ്ട് വന്ന്, കയറന്വേഷിച്ച് കിടക്കായിരുന്നു. അപ്പോൾ അതെടുത്തുകൊണ്ട് വന്ന് എവിടെയെങ്ങാണ്ട് കെട്ടിക്കഴിഞ്ഞപ്പോൾ വിചാരിച്ചത് എന്താ, കയ്യിൽ എന്തോ ഒക്കെ ഇങ്ങനെ ഒരു വഴുവഴുപ്പ്. പിന്നെ ശരിക്കും ലൈറ്റിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് കയറായിരുന്നില്ല, പാമ്പായി. അപ്പോൾ കയറ് കണ്ടപ്പോൾ പാമ്പാണെന്നും പാമ്പ് കണ്ടപ്പോൾ കയറാണെന്നും വിചാരിക്കുന്നൊരന്ധതയുണ്ട്. ഇതൊരന്ധതയാണ്. പല നേരത്തും നമ്മൾ കയറ് കിടക്കുന്നത് കണ്ടിട്ടാണ് പാമ്പ് എന്ന് പറഞ്ഞ് ചാടുന്നത്. ശരിക്കും പാമ്പ് കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾ അതെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി അരയെ കെട്ടിക്കൊണ്ടു. ഹല്ലേലൂയ. അപ്പോൾ ഈ അന്ധതയ്ക്ക് എന്ത് സംഭവിക്കണം?
മാറ്റം വരണം. ശരിയെ ശരിയായിട്ടും തെറ്റിനെ തെറ്റായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഈശോ നമുക്ക് തരും. പരിശുദ്ധാത്മാവിൻ്റെ കാഴ്ചയാണത്. അതാണ് ഈശോ പറയുന്നത്. അപ്പോൾ ഈശോ ഇതൊക്കെ ചെയ്യാൻ പോവുകയാണ്. നാലാമതായിട്ട് ഈശോ പറഞ്ഞു, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അടിച്ചമർത്തപ്പെട്ട ആളുകളുണ്ട്, അതായത് വിശ്വാസമുള്ളത് പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല, അടിച്ചമർത്തിരിക്കുക. നന്മകൾ ഹൃദയത്തിലുണ്ട്, പക്ഷെ ഒരു പുണ്യവും ചെയ്യാൻ പറ്റുന്നില്ല, അടിച്ചമർത്തിയിരിക്കുക, ചവിട്ടിത്താഴ്ത്തിയിരിക്കുകയാണ്. ഇല്ലേ, പറയാറില്ലേ നമ്മൾ, എന്നെ ചവിട്ടിത്തേച്ചിരിക്കുകയാണ്. പിള്ളേർ പറയും പേസ്റ്റാക്കിയാണെന്ന്, പോസ്റ്റാക്കി എന്നൊക്കെ പറയും, തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറയൂലേ. അതാണ് ഈ അടിച്ചമർത്തിയിരിക്കുക എന്ന് പറയുന്നത്. ഒരു നല്ല കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല, പിശാച് തേച്ചൊട്ടിച്ചിരിക്കുകയാണ്, എവിടെയെങ്ങാണ്ടും കൊണ്ടുപോയി ഒട്ടിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. ഒടുവിൽ കർത്താവിന് സ്വീകാര്യമായ വത്സരം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈശോയെപ്പോലെ സ്നേഹിക്കുകയും ഈശോയെപ്പോലെ പ്രാർത്ഥിക്കുകയും ഈശോയിൽ ആനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന കർത്താവിന് സ്വീകാര്യമായ വത്സരവും. അതാണ് ഈശോ പ്രഖ്യാപിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ ഞായറാഴ്ച രാത്രിയിൽ ഈശോ നമ്മോട് പറയുന്ന, ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം അനുദിനം ഈശോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈശോ ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോ ബന്ധിതർക്ക് മോചനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈശോ അന്ധർക്ക് കാഴ്ച നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഈശോ അടിച്ചമർത്തപ്പെട്ടവരെ വീണ്ടും വീണ്ടും സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈശോ ദൈവത്തിന് സ്വീകാര്യമായ ആ കർത്താവിൻ്റെ വത്സരത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ച് പ്രഘോഷിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ ഈ ഇടപെടലുമായി പ്രവൃത്തിയുമായി സഹകരിക്കാതെ പോയ സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിച്ച് ഇരുകരങ്ങളും ശിരസ്സിന് മുകളിൽ കൈമുട്ടുകൾ മടങ്ങാത്ത വിധത്തിൽ ഉയർത്തി ഓരോ പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ഈശോയുടെ തിരുമുഖം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ 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 കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, ആത്മീകവും ഭൗതികവുമായ എല്ലാ കൃപവരദാനങ്ങളെയും ഓർത്ത് കരമടിച്ച് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ 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 ആരാധന സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ശിരസിന് മുകളിൽ കരമുയർത്തി കരമടിച്ച് ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മുടെ 7 നിയോഗങ്ങൾ പ്രത്യേകമായി രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം.
ഈശോയേ 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. അത്ഭുതകരമായ വിടുതൽ കർത്താവ് ഈ ആശീർവാദത്തിലൂടെ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെയും താമസിക്കാൻ വാസയോഗ്യമായ ഇടങ്ങൾ ഇല്ലാത്തവരെയും രോഗികളായ ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്നവരെയും ഏകാന്തതയിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്നവരെയും കുടുംബ ബന്ധങ്ങളിൽ വലിയ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരെയും ആത്മഹത്യാ പ്രവണതകളുള്ളവരെയൊക്കെ നമുക്ക് ഓർക്കാം. അഭയാർത്ഥി ക്യാമ്പുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും കഴിയുന്നവരെ, യുദ്ധങ്ങൾ കലാപങ്ങൾ നടക്കുന്ന ദേശങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലി അന്വേഷിക്കുന്ന മക്കളെയും വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെയും ഓർക്കാം. മരണാസന്നരായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണമടഞ്ഞതിൻ്റെ വേദനയിലൂടെ ഈ രാത്രിയിൽ കടന്നു പോകുന്നവരെ, വിദൂരങ്ങളിലും വിദേശങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും കാണുകയും കേൾക്കുകയും അറിയുകയും സ്പർശിക്കുകയും സൗഖ്യം നൽകുകയും സാന്ത്വനം നൽകുകയും വിടുതൽ നൽകുകയും ചെയ്യുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ തിങ്കളാഴ്ച സെപ്റ്റംബർ 1-ാം തീയതി കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപരിക്കാൻ സാധിക്കട്ടെ. 8 നോമ്പ് നാളെ ആരംഭിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.